Okay guys, so we are up early. ഇവിടെ ഒരാൾ എൻജോയ് ചെയ്യാണ്. ഇവിടെ നോക്കണ പോലില്ല സർ. എങ്ങനെയുണ്ട്? അപ്പോൾ അങ്ങനെ ഞങ്ങൾ മാമന്റെയും വിദ്യമായി Introduce yourself. Hi. I am a human being. ഞാൻ ഗൈഡൊന്നും ഒന്നാമത് ഇത് പാലസ് അല്ല, അത് ഫോർട്ടാണ്. കോട്ടയും കൊട്ടാരവും തമ്മിൽ ഡിഫറൻസ്. You'd guess the exact number of stairs. Yeah, till the end. Whatever stairs are there. From here to top. 1030. പ്രിൻസ് ഗെയിം കളിച്ചിട്ടുണ്ടോ? ജമ്പ് ചെയ്ത് പോകാൻ സാധനം. Just for clarification, ഇത് ഗോൽക്കൊണ്ട ഫോർട്ടിന്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ആണ്, the peak point. I told you, be positive blood. ഞങ്ങളുടെ പറയൂ. somebody sitting in fear. അവള് പ്രാർത്ഥിച്ചില്ല പാവം. നാരായണ 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 നാരായണ. ഹലോ ഇതാണ് പാരഡൈസ് ബിരിയാണി. പകുതി കഴിച്ചു കണ്ട ഓർമ്മ ഉണ്ടായ വീഡിയോ എടുക്കാൻ. അവിടെ പകുതി അവിടെ ഫുള്ള് കഴിച്ചു. ഛർദിക്കോ? Okay guys, so we are up early. We are going to a relative. Yeah, first relative's house and Golconda Fort. So see you. So right now we are having just a coffee and sambar vada. എങ്ങനെയുണ്ട്? ഇവിടെ ഒരാൾ എൻജോയ് ചെയ്യാണ്. ഇവിടെ നോക്കണ പോലില്ല സർ. എങ്ങനെയുണ്ട്? ഞങ്ങളിവിടെ കാപ്പി കുടിക്കാൻ വേണ്ടി വന്നതാ. വടയുടെ മണം അടിച്ചപ്പോൾ വടയും കൂടി കഴിച്ചു. Okay, so right now we are on our way to our aunt's house. Okay, so we are about to reach our relative's house. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രശ്നം മാമൻ്റെയും വിദ്യമായി അവിടേക്കും പോവുകയാണ്. See you. Okay, so we are planning to go to Golconda Fort now. Meet them. Hello. Hi. Introduce yourself. Hi, I'm a human being. I am a human being. This is Prasanna Maman, Vidyamai, and that's the other guy. Come here. Hiran. Come here. Say hi. Say hi. Hi, Introduce yourself. I'm B. Sarang. Okay, good boy. Unlike your brother, you introduced yourself. Okay, introduce your brother also. Okay. മീൻസ് പണ്ടൊക്കെ കോട്ടൊക്കെ അടച്ചിട്ട് ആനയെ കൊണ്ട് കുത്തിച്ചിട്ട് അത് തുറക്കുക. പക്ഷെ ഇവിടെ ഇങ്ങനെ വളവും തിരിവും വച്ച കാരണം ആനയ്ക്ക് സ്പീഡിൽ വന്ന് കുത്താൻ പറ്റില്ല. അപ്പൊ അത്ര പവർ കിട്ടില്ലല്ലോ. അപ്പൊ അവർക്ക്
അപ്പൊ ഇങ്ങോട്ട് ചേച്ചി അമ്മായി പറഞ്ഞു പറയൂ അല്ല പറയൂ അല്ല പറയൂ അമ്മായി കോൺഷ്യസ് അങ്ങനെ കോഴിക്കോണ്ട ഫോർട്ട് ഇതാണ് ഗോൽക്കൊണ്ട ഫോർട്ടിലേക്ക് ഒരാളുടെ എൻട്രി ഫീ 25 രൂപ, പിന്നെ കുട്ടികൾക്ക് 15 രൂപ, അതായത് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 15 രൂപ. ഇതുകൂടാതെ ക്യാമറയ്ക്ക് അവിടെ സെപ്പറേറ്റ് ചാർജ് ഉണ്ട്. ക്യാമറയ്ക്ക് 25 രൂപ സ്റ്റിൽ ക്യാമറാസിനും 130 രൂപ വീഡിയോ ക്യാമറയ്ക്കുമാണ് ഉള്ളത്. പിന്നെ പാർക്കിംഗ് ഫീസായിട്ട് കാറുകൾക്ക് 20 രൂപയും 2 വീലേഴ്സിന് 10 രൂപയുണ്ട്. ഇതൊന്നും കൂടാതെ അവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട് വൈകുന്നേരങ്ങളിൽ. അതിനൊരാൾക്ക് 80 രൂപയും കുട്ടികൾക്ക് 60 രൂപയുമാണ്. ഹുസൈൻ സാഗർ തടാകത്തിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ അകലെയാണ് ഹൈദരാബാദ് നഗരത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗോൽക്കൊണ്ട ഫോർട്ട്. ഇതിന് ഏകദേശം 3 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ഇത് 1143 ഒരു കുന്നിൻ മുകളിലാണ് ഇത് പണി ചെയ്യപ്പെട്ടത്. വാറങ്കൽ രാജാവിൻ്റെ ഭരണത്തിന് കീഴിലുള്ള ഒരു മൺകോട്ടയായിരുന്നു ഇത്. പിന്നീട് 14ഉം 17ഉം നൂറ്റാണ്ടുകളിൽ ബഹ്മനി സുൽത്താൻമാരും പിന്നീട് ഭരണം നടത്തിയ കുത്തബ് ഷാഹി രാജവംശവും ഇത് ശക്തിപ്പെടുത്തി. കുത്തബ് ഷാഹി രാജാക്കന്മാരുടെ പ്രധാന തലസ്ഥാനമായിരുന്നു ഗോൽക്കൊണ്ട. അകത്തെ കോട്ടയിൽ കൊട്ടാരങ്ങളുടെ അവശിഷ്ടങ്ങൾ, മസ്ജിദുകൾ എന്നിവ കാണപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ കോട്ട സമുച്ചയങ്ങളിലൊന്നാണ് ഗോൽക്കൊണ്ട കോട്ട. 13ആം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഗോൽക്കൊണ്ട കോട്ടയുടെ ചരിത്രം ആരംഭിക്കുന്നത്. ആ സമയത്ത് ഇവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാർ കാകതീയ രാജാക്കന്മാരായിരുന്നു. തുടർന്ന് 16, 17 നൂറ്റാണ്ടുകളിൽ ഈ പ്രദേശം കുത്തുബ് ഷാഹി രാജാക്കന്മാർ ഏറ്റെടുക്കുകയായിരുന്നു. അത് മുകളിലത്തെ സ്ഥലം, ഏറ്റവും ഹയസ്റ്റ് പോയിന്റ്. ആ ഹയസ്റ്റ് പോയിന്റ് ഇത് ക്ലാപ്പിംഗ് കോട്ടിക്കോ എന്നാണ് അതിന് പറയുക. ഇവിടുന്ന് ക്ലാപ്പ് ചെയ്താൽ അവിടെ കേൾക്കുന്നത് ഈ എക്കോ, ഈ എത്താ അയാളടിക്കുന്ന കേട്ടോ. ഇതിൻ്റെ ഇടയിലുള്ള എല്ലാ ചുമരുമയും തട്ടിയിട്ട് മുകളിൽ വരെ കേൾക്കും. ഏതെങ്കിലും ഗസ്റ്റുകൾ വന്നാൽ അല്ലെങ്കിൽ വിസിറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് ആള് വന്നു അന്ന് ആർക്കിടെക്ചർ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇന്നത്തെ പഴയ പുതിയ ടെക്നോളജീസ് ഒരു സാധനം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ബേസിൽ നിന്ന് മുകളിലേക്കല്ലേ ഉണ്ടാക്കുക, ഇത് മുകളിൽ നിന്ന് അടിയിലേക്ക് ഉണ്ടാക്കുക. ഏറ്റവും ഫുള്ള് കല്ലുകളല്ലേ മുകളിൽ നിന്ന് അടിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് ആണ് ഇവിടുത്തെ. ഒന്നാമത് ഇത് പാലസ് അല്ല, അത് ഫോർട്ടാണ്. അപ്പൊ ശരിക്കും ഇവരുടെ എന്താ പറയാ ഡിഫെൻഡിങ് മെക്കാനിസംസ് അതിനൊക്കെ ഉള്ളതാണ് ഉണ്ടാവുക. എപ്പോഴും ഇവരുടെ ഓഫീസുകളെ സാധനങ്ങൾ മുഴുവൻ ഏറ്റവും അടിയിൽ എന്താ പറയുക, ഇവരുടെ ഡിഫെൻഡിങ് മെക്കാനിസം ഇതൊക്കെ അടിയിലാണുള്ളത്. മുകളിലേക്ക് പോകുന്നവരും ഇവർക്ക് സർവൈലൻസ് ഉള്ളതാണ് കൂടുതലും. അപ്പൊ കൂടുതലും എല്ലാ ഭാഗത്തേക്കും നോക്കുക ആരൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ. ഈവൻ രാജാവ് ഇവിടെ ഉണ്ടെങ്കിലും ഏതെങ്കിലും രാജാക്കന്മാർ ഇവിടെ ഉണ്ടെങ്കിലും ഇത് നമ്മളിപ്പോൾ നിൽക്കണതിന്റെ ആ സൈഡിലേക്ക് ബേസ് സൈഡിലാണ് ശരിക്കും രാജാവിന്റെ സ്ഥലം. കാരണം താമസം ഒരിക്കലും കോട്ടയും കൊട്ടാരവും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. കോട്ട എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന സ്ഥലമല്ലല്ലോ, അത് ഇവരുടെ എന്താ പറയാ യുദ്ധത്തിന്റെയും ഇതിനും അങ്ങനത്തെ ഉള്ള സ്ഥലമല്ലേ. കൊട്ടാരം എന്ന് പറഞ്ഞാൽ അതല്ലേ ഇപ്പൊ ഏതൊക്കെയാ മറ്റേ നിസാം പാലസ്, ചൗമല പാലസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാലസുകളുള്ളത്. ഇവിടുന്ന് മുകളിൽ നിന്ന് ടണല് മുകളിൽ നിന്ന് ഏറ്റവും മുകളിൽ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്യണം. താഴത്ത് കൂടെ ഗ്രൗണ്ട് കൂടെ അണ്ടർഗ്രൗണ്ട് എങ്ങടാ പോണേന്ന് അറിയില്ല, അതൊക്കെ ബ്ലോക്ക്ഡാണ് ഇപ്പൊ. പക്ഷെ ശരിക്കും അത് അവിടെ ബ്ലോക്കിനുള്ള സ്ഥലം ഉണ്ടായിരുന്നു.
കുടീരം കാണാം. കുത്തബ് ഷാഹി ടോംസ് എന്ന് പറയും. ടോംസ് ഈ കാണുന്ന ബിൽഡിംഗ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് ഈ ആർച്ച് കഴിഞ്ഞാൽ ചെല്ലണത് അതൊരു ജയിലാണ്. എന്താണ്ടായെന്ന് വെച്ചാൽ ഇതൊരു ഇവിടുത്തെ രാജാവ് പണ്ട് കാക്കാത്തിയാസ് ഉണ്ടായിരുന്നപ്പോൾ ഉള്ള രാജാവ് എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ആൾക്കാരെ ഓരോരോ സ്ഥലങ്ങളായിട്ട് കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് ടാക്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ആ ടാക്സ് എടുക്കുന്നതിലത്തെ ഒരു കക്ഷി അയാളുടെ പേര് രാംദാസ് എന്നായിരുന്നു. അയാളെന്താ അയാൾ ഈ ടാക്സിൽ നിന്ന് പൈസയൊക്കെ എടുത്തിട്ട് അവിടെ അമ്പലം, ശ്രീരാമന്റെ അമ്പലം ഉണ്ടാക്കി. എവിടെ? അയാളുടെ സ്ഥലത്ത്. പിന്നീട് രാജാവ് തറഞ്ഞു. എന്നിട്ട് ഇയാളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ ജയിലിലിട്ടു. കുറെ കാലം ജയിലിലിട്ട് ഇയാൾ ഇവിടെ പൂജയൊക്കെ ചെയ്ത് അവിടെ ഇരുന്നിട്ട് ഒരു ദിവസം രാജാവിന് സ്വപ്നത്തില് 2 രാജകുമാരന്മാര് വന്നിട്ട് ഇയാളുടെ കൊടുത്ത പൈസ മുഴുവൻ തിരിച്ച് കൊടുത്തിട്ട് എന്താ പറയാ ഇയാളുടെ ഡെപ്റ്റ് മുഴുവൻ അവസാനിപ്പിച്ചു. അതാണ് കഥ. ഇത് ഒരു സിനിമ എന്ത് രാമദാസ് ഭക്ത രാമദാസ് എന്നിട്ടാണ് അയാൾ പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ട്. അയാൾ കിടന്ന ജയിലാണ് ഈ സാധനം. ഇതാണ് പറഞ്ഞ രാംദാസ് പ്രിസൺ. അതിന്റെ മുകളിലേക്ക് മുകളിലേക്ക് കയറണമെങ്കിൽ ചെരുപ്പ് ഇടണം. അവിടെ അമ്പലം പോലെ ജയിലാണെങ്കിൽ എത്ര സ്പേസ് ഉണ്ടാവില്ല. എന്തൊക്കെയോ ഇല്ല 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 ഉണ്ടാവില്ലല്ലോ. നമ്മൾ വന്ന വഴിയല്ലേ അത്. കയറിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഒരു ഗ്രെയിൻസും സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യണ സ്ഥലങ്ങളാണ്. ഓക്കെ, കയറി വാ എന്നാ നിരക്കണം.
എല്ലായിടത്തും കുടിക്കാൻ വെള്ളം വെച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലായിടത്തേക്കുള്ള ഓരോരോ ഡോറുകളാണ്. ഇതെന്താ സ്ഥലം? ഓഫീസോ? എന്താ മീൻസ്? ഓക്കെ, അപ്പൊ പാലസിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നല്ലേ ഇവിടെ? നിർദ്ദേശം കൊടുക്കുന്ന സ്ഥലവും ഭടന്മാർക്ക്. അത് രാജ്ഞിമാരാണോ? അപ്പുറത്ത് ഒരു ഡാൻസുകാരി ഉണ്ട്. അവള് അവിടെ ഇരുന്ന് ഡാൻസ് ചെയ്യണത് രാജാവ് ഇതിന്റെ മുകളിൽ നിന്ന് കാണും. അത് താരാമതി എന്നാണ് ഡാൻസറിന്റെ പേര്. അവിടെ താരാമതി താരാമതി ബാരാദരി എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു സ്ഥലം ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. ഇവിടുന്ന് കാണും. ഉണ്ടാവും. സ്റ്റാർട്ട് ചെയ്യണം. എവിടെ? ഗോൽക്കൊണ്ടയുടെ ഭാഗത്ത് എവിടെയാണ് അത് പൊന്തുക. ഇത് അകത്തുനിന്നുള്ളത് 5 കിലോമീറ്റർ 7 കിലോമീറ്റർ വരെ കാണാൻ. ഇതിന് ഇത് എവിടുന്ന് അകത്തുനിന്ന് വഴിയുണ്ടോ? അതായത് അടച്ചൊക്കെ ആവും. മൊത്തം എല്ലാ ഏരിയയും ഒരേപോലെ കവർ ചെയ്യാം. അപ്പോൾ വേറെ എവിടെയെങ്കിലും വരുമ്പോൾ ആൾക്കാർ പറഞ്ഞ ഇതാണ് ഇപ്പൊ ഏറ്റവും ഇതുണ്ടായിരുന്നത് ഹൈദരാബാദിലെ. അങ്ങനെയല്ല, ഇവിടുത്തെ ഗോൽക്കൊണ്ടയിലത്തെ ഇത്. ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും ഏരിയയില്ലേ, ഈ സാധനത്തിന്റെ മുകളിൽ പോയി ഏരിയ ഷോർട്ട് ആവും ഇത്രയും ഹൈറ്റും. അപ്പൊ ശരിക്കും വ്യൂ ഭയങ്കര ഡിഫറൻസാ. ആ റോഡ് അങ്ങനെ പോയി നമ്മൾ വന്നില്ലേ, ഒരു തിരിവ് തിരിഞ്ഞില്ലേ, നേരെ ഓഫീസിലേക്ക് പോകാൻ ആ വഴി പോയിട്ട് ഞാൻ ഇങ്ങനെ പോകാൻ. അവിടെയാണ് ഗച്ചിബോളിയൊക്കെ വരും. ഇതെന്താ നേരെ കണ്ട ലേക്കാണോ? അതാ ആർമിക്കാരുടെ എന്തോ ആണ്. അതൊക്കെ ആർമി ഇതൊക്കെ ഇല്ല.
just for clarification, ഇത് ഗോൽക്കൊണ്ട ഫോർട്ടിന്റെ ഏറ്റവും highest point ആണ്, the peak point. Oh yeah. Oh, so apparently there was few stairs that led to the highest point. So now they've locked this place. എന്തിനാ ലോക്ക് ചെയ്തേക്കണേ? ആരെങ്കിലും ആത്മഹത്യ ചെയ്യുന്നുണ്ടാവും. ലൈറ്റ് അതാണ് കൊട്ടാരം. ഐ മീൻ ദർബാർ. അത് ഈ ഭാഗത്ത്. ഇതെന്താ പ്രശ്നം? ഇവരുടെ ആയുധങ്ങളുടെയും ഇതിന്റെ ഒക്കെ സ്ഥലം അത്. അങ്ങനൊന്നും എൻട്രൻസ് ഇല്ലേ? അത് മുന്നേ ഉണ്ടായിരുന്നു. പയ്യന്മാര് പോണല്ലേ ഇറങ്ങി അതിൽ കൂടെ പോരാം. അവിടം മാക്സിമം അവിടം വരെ. അങ്ങനെ ഞങ്ങൾ ഗോൽക്കൊണ്ട ഫോർട്ട് ഒരു 3/4 ഭാഗം കണ്ട് പുറത്തേക്ക് കടന്നു. അപ്പോഴത്തേക്കും ഇരുട്ടായി, ഒരു 5-5:45 6 മണി തൊട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട് അവിടെ. അപ്പൊ ഞങ്ങൾക്ക് അതിന് സമയമില്ലാത്തതുകൊണ്ട് അത് കാണാതെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അമ്മാവനും അമ്മായിയും ഇത് കഴിഞ്ഞ് നേരെ അവരുടെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഒരു ക്യാബ് പിടിച്ച് ഹുസൈൻ സാഗർ ഹുസൈൻ സാഗർ ലേക്കിലേക്ക് വന്നു. ഈ അടുത്ത ഭാഗത്ത് കാണുന്നത് തെലങ്കാന സെക്രട്ടേറിയറ്റ് ആണ്. അതിങ്ങനെ നല്ല ഭംഗിയിൽ അവർ ലൈറ്റൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഹുസൈൻ സാഗർ ലേക്ക് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലുംബിനി പാർക്കിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കാണുന്ന തെലങ്കാന മാർട്ടേഴ്സ് മെമ്മോറിയലാണ്. അവിടെ അവർക്ക് കയറ്റുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഈ സൈഡിൽ കാണുന്നത്, ആ നേരെ കാണുന്നത് ബിർള അമ്പലം. ഈ നേരെ കാണുന്നത് ഇവിടുത്തെ തെലങ്കാന സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഇതിൻ്റെ അകത്തേക്ക് എൻട്രി 20 രൂപ എന്നാണ് പറഞ്ഞത് കേട്ടത്. ഞങ്ങൾ അകത്തേക്ക് കയറിയിട്ടില്ല. പിന്നെ സ്പീഡ് ബോട്ടിന് 50, എന്താ ലേസർ ഷോന് 80 എന്നൊക്കെ പറഞ്ഞു കേട്ടത്. എന്തായാലും പോയി നോക്കാം, കാണാം. അപ്പോൾ ക്യാഷ് ഇല്ലെങ്കിൽ ഒരു സൈഡിൽ ഒരു QR കോഡ് പോലിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കയറി ടിക്കറ്റ് എത്ര അഡൾട്ട്സ് അത് കൗണ്ട് ചെയ്തിട്ട് പിന്നെ അതിന് പൈസ കൊടുക്കണം. പിന്നെ എനിക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇവിടെ കുറേ ഗെയിംസ് ഉണ്ട്. അപ്പുറത്ത് റൈറ്റ് സൈഡിൽ ലേസർ ഷോ ഉണ്ട്. ഞങ്ങൾ ലേസർ ഷോന് പോകേണ്ട വെച്ചു. ഇപ്പുറത്ത് കുറച്ച് വാട്ടർ ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത് ബോട്ടിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബോട്ടിൻ്റെ പ്രൈസസ്. ഇപ്പം ഞാൻ അവിടെ പോയി നോക്കി നോക്കാം എന്താ എക്സാക്ട് പ്രൈസസ്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ക്യാഷ് ഉണ്ടെങ്കിലും ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്യാഷ് കൊണ്ടിട്ടാണ്. ഗൂഗിൾ പേ ഭയങ്കര ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ടിക്കറ്റിന് അതിനകത്ത് 50 രൂപ. ഞങ്ങൾ സ്പീഡ് ബോട്ട് വെച്ചപ്പോൾ ഒരാൾക്ക് 400 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് സാധാരണ ബോട്ട് ഗ്രൂപ്പായിട്ടാവും ചിലപ്പോൾ 50 രൂപയ്ക്ക്. അപ്പോൾ എന്തായാലും ഇത് 9 മണിക്ക് അടയ്ക്കും. അപ്പോൾ 9 മണിക്ക് മുന്നേ ബോട്ടിൽ കയറണം. ശരി, കാണാം.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങിന് കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് കാണാനാണ് സെക്രട്ടേറിയറ്റ്. ഹായ്. ബോട്ടിങ് കാണാൻ ലുക്കൊക്കെ ഉണ്ട്. നോക്കാം എന്തായാലും എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്. പറയൂ. somebody sitting with fear. അവള് പ്രാർത്ഥിച്ചിരിക്കണ പാവം. നാരായണ 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 നാരായണ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി. എങ്ങനെയുണ്ട്? പേടി മാറിയോ? നമ്മൾ പേടിച്ചായിരിക്കണം. അപ്പോൾ ഞങ്ങൾ അങ്ങടാ പോണത്. ഇപ്പോൾ കാണുന്ന സ്ഥലം അങ്ങടാ പോണത്. ബുദ്ധൻ്റെ സ്റ്റാച്യൂവിൻ്റെ അടുത്തെത്തി. ഇത് ബാക്കിലാണ് കാണുന്നത്. ബോട്ടിൽ വന്ന് ഇറങ്ങി ഇത് ചുറ്റും കൂടെ കാണാൻ സെക്രട്ടേറിയറ്റ് കാണാം, ബിർലാ അമ്പലം കാണാം, മാർട്ടിയൻസ് കാണാം. അപ്പുറത്താ കാണുന്നത് ടാങ്ക് ബണ്ട് ഫൗണ്ടൻ ഷോ തോന്നുന്നുണ്ട്. അപ്പോൾ അത് നല്ല രസമുണ്ടാവില്ല. അത് പോയില്ല. ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ടാണ് അത് ടാങ്ക് ബണ്ട് അതൊക്കെ മനസ്സിലായത്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ബുദ്ധൻ്റെ സ്റ്റാച്യൂവിൻ്റെ ഫ്രണ്ടിൽ കാണാം. നമുക്ക് റൗണ്ട് കിട്ടാം. ഞങ്ങളങ്ങനെ സ്റ്റാച്യൂവിൻ്റെ അവിടെ ഒരു 10-15-20 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് ഒരു വീഡിയോ റീലൊക്കെ എടുത്ത് അവിടെ നിന്ന് അടുത്ത ബോട്ടിൽ കയറി തിരിച്ചു ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക് ഡാൻസിനകത്ത് കയറാൻ പോവാണ്. 100 രൂപയാണ്. ലെറ്റ്സ് സീ ഹൗ സ്കാരി ഇറ്റ് ക്യാൻ ഗെറ്റ്. ഹുസൈൻ സാഗർ ലേക്കിൽ കുറച്ച് റൈഡ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നേരിട്ട് ഞങ്ങൾ ഹോട്ടൽ റൂമിൽ പോയി. സൂപ്പർ. ഓക്കെ. ഇവിടുത്തെ ഒത്തൻറ്റിക് പാരഡൈസ് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടുന്നാണ് തുടങ്ങിയത് അത്ര. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ പാരഡൈസ് എന്നുള്ള പേര്. അപ്പോൾ ഇവിടെയാണ് ഒത്തൻറ്റിക് പാരഡൈസ്. അപ്പോൾ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് പാരഡൈസ് ബിരിയാണി. പകുതി കഴിച്ചു വേണ്ട ഓർമ്മ ഉണ്ടായ വീഡിയോ എടുക്കാൻ. ഇവിടെ പകുതി അവിടെ ഫുള്ള് കഴിഞ്ഞു. ഇവിടെ എത്രയായി? ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇവിടെ ഓൾമോസ്റ്റ് ഡൺ. ഞാനും കുറച്ചുകൂടി ഉണ്ട്. ഇത് കാലിയായി. ചട്നിക്ക് നല്ല എരിവുണ്ടല്ലേ? അപ്പോൾ ഇത് കുബാനി ക മീറ്റയാണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് മെയ്ഡ് ഓഫ് ആൽമണ്ട്സ്. No, not almonds, right? What is it made of? Apricot, sorry. So it's made of apricot. അപ്പോൾ ഇതാണ് കുബാനി ക മീറ്റ. It is made of apricot. So we'll be giving it a taste now. ഇത്തിരി കഷ്ണം അങ്ങനെ ഫുൾ കഷ്ണം എടുക്കും. ഇങ്ങനെയാ? അല്ല ഞാൻ ഫുൾ കഷ്ണം ടേസ്റ്റ്.
It's a little sour. I mean, it doesn't suit my taste, but I think okay, good. I think. I expected it to be sweet. It's a little sour. For people who like sour food, I think it will be good. But it's sweet and sour, so it's like a little, what do you say? I don't know how to say for it. Okay, why don't you give it a taste? ഛർദ്ദിക്കുവോ? ചിലപ്പോൾ ഇല്ല ഇല്ല, ഇറ്റ്സ് നോട്ട് ദാറ്റ് ബാഡ്. അല്ല എനിക്ക് ഗ്യാസ് പോട്ടെ. കഴിക്കോ, ഇതൊക്കെ വീഡിയോ തന്നെയാണോ? കൊള്ളാം കൊള്ളാം ശരിക്കും ഓണസ്റ്റ് ആണ്. Explain more. പുളി പുളി വിത്ത് മധുരം. കുറേശ്ശെ ഒരു കയ്പുണ്ട്, കുറേശ്ശെ മറ്റേത് വന്നാൽ മതിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു ഇത്. കേട്ടേട്ടെ, ഇതാവും തമിഴിലാവുന്ന വ്ളോഗിൻ്റെ. താങ്ക് യു. അങ്ങനെ പാരഡൈസ് ബിരിയാണി കഴിച്ച് ഞങ്ങൾ ഹൈദരാബാദിനോട് ഇവിടെ വന്നു. ബൈ, സീ യു.